ഹലോ, ഇന്ന് നമ്മുടെ ലാസ്റ്റ് റമദാൻ ഡേ ആണല്ലേ. അങ്ങനെ ഇത്രയും ദിവസം നോമ്പ് നോക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. എഴുന്നേറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ അറബിക് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മന്ത് ഇത്രയും നോട്ട്സ് ആണ് കേട്ടോ ഞാൻ പഠിച്ചത്. ഇപ്പൊ അത്യാവശ്യം എഴുതാനും കൂട്ടി വായിക്കാനും എല്ലാം പഠിച്ചു വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ പേജ് ഇൻസ്റ്റയിലാണ് കാണുന്നത്. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1 മന്ത് ആയിട്ടുണ്ട്. 1 മന്ത് കൂടുതലായിട്ടുണ്ട് ഇപ്പൊ ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അറബിക് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 കളറിലാണ് വരുന്നത്. ഞാൻ ഈ ഒരു ബ്ലൂ ആണ് എടുത്തത്. ഞാൻ അത് ചാർജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ, ഇത് വർക്കാവൂലെന്നൊന്നും അറിയത്തില്ല. എനിവേ നമുക്ക് ഇന്ന് ജ്യൂസ് അടിച്ച് നോക്കാം. അത് ചാർജ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻ നോക്കാം. ഇന്നലെ നൈറ്റ് ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചെറിയ പപ്സ് പോലെ വല്ല ആക്കി കഴിക്കാന്ന്. അതിന് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പപ്സ് ആണ്. ഇതിന് അതന്നെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ പപ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ ഇഫ്താർ ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ഒരു മടിയുണ്ട്. എന്നാലും ലാസ്റ്റത്തെ ഇഫ്താർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നല്ലതുപോലെ കഴിക്കാന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ സാധനം ചാർജ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ജ്യൂസ് അടിച്ച് നോക്കി. ഇത് ഓക്കെയാണോ അല്ലേന്നെല്ലാം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, വെറുതെ പൈസ പോവെന്നുള്ള രീതിക്ക്. ബട്ട് ഓക്കെ ആണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഫ്താറിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു. അപ്പൊ പപ്സിന് അത്യാവശ്യം ടേസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ഇനി വേസ്റ്റ് ഇടാൻ വേണ്ടി പോകണം. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ നമുക്ക് പോകാനുണ്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും കൂടെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് തുറക്കുക, അതിലേക്ക് ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ.